ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിൽ നിന്നുള്ള വായന. 1-ാം അധ്യായം. യേശുവിന്റെ വംശാവലി. ദാവീദിന്റെ പുത്രനും അബ്രാഹത്തിന്റെ പുത്രനുമായ യേശുക്രിസ്തുവിന്റെ ഉത്ഭവ ചരിത്ര ഗ്രന്ഥം. അബ്രാഹം ഇസഹാക്കിന്റെ പിതാവായിരുന്നു. ഇസഹാക്ക് യാക്കോബിന്റെ പിതാവായിരുന്നു. യാക്കോബ് യൂദായുടെയും സഹോദരന്മാരുടെയും പിതാവായിരുന്നു. യൂദ താമാറിൽ നിന്നുള്ള പേരസിന്റെയും സേറായുടെയും പിതാവായിരുന്നു. പേരസ് ഹെസ്രോന്റെ പിതാവായിരുന്നു. ഹെസ്രോൻ ആരാമിന്റെ പിതാവായിരുന്നു. ആരാം അമിനാദാബിന്റെ പിതാവായിരുന്നു. അമിനാദാബ് നഹ്ശോന്റെ പിതാവായിരുന്നു. നഹ്ശോൻ സൽമോന്റെ പിതാവായിരുന്നു. സൽമോൻ റാഹാബിൽ നിന്നുള്ള ബോവാസിന്റെ പിതാവായിരുന്നു. ബോവാസ് റൂത്തിൽ നിന്നുള്ള ഓബദിന്റെ പിതാവായിരുന്നു. ഓബദ് ജസ്സയുടെ പിതാവായിരുന്നു. ജസ്സെ ദാവീദ് രാജാവിന്റെ പിതാവായിരുന്നു. ദാവീദ് ഊരിയയുടെ ഭാര്യയിൽ നിന്നുള്ള സോളമന്റെ പിതാവായിരുന്നു. സോളമൻ റഹോബോവാമിന്റെ പിതാവായിരുന്നു. റഹോബോവാം അബിയായുടെ പിതാവായിരുന്നു. അബിയ ആസായുടെ പിതാവായിരുന്നു. ആസ യോസഫാത്തിന്റെ പിതാവായിരുന്നു. യോസഫാത്ത് യോറാമിന്റെ പിതാവായിരുന്നു. യോറാം ഓസിയായുടെ പിതാവായിരുന്നു. ഓസിയ യോദാമിന്റെ പിതാവായിരുന്നു. യോദാം ആഹാസിന്റെ പിതാവായിരുന്നു. ആഹാസ് ഹെസക്കിയായുടെ പിതാവായിരുന്നു. ഹെസക്കിയ മനാസയുടെ പിതാവായിരുന്നു. മനാസെ ആമോസിന്റെ പിതാവായിരുന്നു. ആമോസ് ജോസിയായുടെ പിതാവായിരുന്നു. ജോസിയ ബാബിലോൺ പ്രവാസകാലത്തുള്ള യാക്കോണിയായുടെയും സഹോദരന്മാരുടെയും പിതാവായിരുന്നു. യാക്കോണിയ ബാബിലോൺ പ്രവാസത്തിനു ശേഷമുള്ള സലാത്തിയേലിന്റെ പിതാവായിരുന്നു. സലാത്തിയേൽ സൊറബാബേലിന്റെ പിതാവായിരുന്നു. സൊറബാബേൽ അബിയൂദിന്റെ പിതാവായിരുന്നു. അബിയൂദ് എലിയാക്കിമിന്റെ പിതാവായിരുന്നു. എലിയാക്കിം ആസോറിന്റെ പിതാവായിരുന്നു. ആസോർ സാദോക്കിന്റെ പിതാവായിരുന്നു. സാദോക്ക് അക്കീമിന്റെ പിതാവായിരുന്നു. അക്കീം എലിയൂദിന്റെ പിതാവായിരുന്നു. എലിയൂദ് എലയാസറിന്റെ പിതാവായിരുന്നു. എലയാസർ മദാന്റെ പിതാവായിരുന്നു. മദാൻ യാക്കോബിന്റെ പിതാവായിരുന്നു. യാക്കോബ് മറിയത്തിന്റെ ഭർത്താവായ ജോസഫിന്റെ പിതാവായിരുന്നു. അവളിൽ നിന്ന് ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന യേശു ജനിച്ചു. ഇങ്ങനെ അബ്രാഹം മുതൽ ദാവീദ് വരെ 14 തലമുറകളും ദാവീദ് മുതൽ ബാബിലോൺ പ്രവാസം വരെ 14 തലമുറകളും ബാബിലോൺ പ്രവാസം മുതൽ ക്രിസ്തു വരെ 14 തലമുറകളുമാണ് ആകെയുള്ളത്. യേശുവിന്റെ ജനനം. യേശുക്രിസ്തുവിന്റെ ജനനം ഇപ്രകാരമായിരുന്നു. അവന്റെ മാതാവായ മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിന് മുൻപ് അവൾ പരിശുദ്ധാത്മാവാൽ ഗർഭിണിയായി കാണപ്പെട്ടു. അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടായികയാലും അവളെ രഹസ്യത്തിൽ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കെ കർത്താവിന്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, ദാവീദിന്റെ പുത്രനായ ജോസഫ്, നിന്റെ ഭാര്യയായ മറിയത്തെ സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. നീ അവനെ യേശു എന്ന് പേര് വിളിക്കണം. എന്തെന്നാൽ അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കും. കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള എമ്മാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടും എന്ന് കർത്താവ് പ്രവാചകൻ മുഖേന അരുൾ ചെയ്തത് പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇതെല്ലാം സംഭവിച്ചത്. ജോസഫ് നിദ്രയിൽ നിന്നുണർന്ന് കർത്താവിന്റെ ദൂതൻ കൽപ്പിച്ച പോലെ പ്രവർത്തിച്ചു. അവൻ തന്റെ ഭാര്യയെ സ്വീകരിച്ചു. പുത്രനെ പ്രസവിക്കുന്നത് വരെ അവൻ അവളെ അറിഞ്ഞില്ല. അവൻ
യേശു എന്ന് അവനെ പേര് വിളിച്ചു.